തീർച്ചയായിട്ടും ഞാൻ അതൊക്കെ വാക്ക് പറഞ്ഞതല്ലേ. UDF തിളക്കമാർന്ന വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. ഏറ്റവും അവസാനത്തെ ഒരു പത്രസമ്മേളനം തിളക്കമാർന്ന വിജയം ഉണ്ടായില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഞാൻ തിരിച്ചു പോകും. ഉറപ്പായിട്ട് പോകും. അത് വാക്കല്ലേ. ഞാൻ കേരളത്തിലെ ജനങ്ങളോടുകൂടി പറഞ്ഞേക്കണ വാക്കാണ്. നിങ്ങളെ കണ്ടിട്ടേ പോകുള്ളൂ. ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ പത്രസമ്മേളനം നടത്തി പോകുള്ളൂ. ലാസ്റ്റ് പിന്നെ കാണില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടായ എൻ്റെ കോൺഫിഡൻസ് എന്താണ്? എൻ്റെ കോൺഫിഡൻസ് ടീം UDF ആണ്. എൻ്റെ കോൺഫിഡൻസ് ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകർ, ജനങ്ങൾ, ഇവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി UDF അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഞങ്ങൾ ആ പ്രതീക്ഷകളെ സാഫല്യത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോംവർക്കിലാണ് ഞങ്ങൾ. എവിടെയെല്ലാം LDF പരാജയപ്പെട്ടോ അവിടെയെല്ലാം ഞങ്ങൾ വിജയിക്കും എന്നുള്ള കോൺഫിഡൻസ്. സമ്പദ് വ്യവസ്ഥ അവർ തകർത്തു. അത് ഞങ്ങൾ നേരെയാക്കാനുള്ള ഓൾട്ടർനേറ്റീവ് പ്രോജക്റ്റ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഒരു കൊല്ലത്തിനകം കേരളം ഉദിച്ചു ചേരും. 2 ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, കാർഷിക രംഗത്ത്, പട്ടികജാതി പട്ടിക വികസന രംഗത്ത്, തീരപ്രദേശത്തിൻ്റെ സങ്കടങ്ങളുടെ കാര്യത്തിൽ, പശ്ചിമഘട്ട മലനിരകളിലെ കർഷകരുടെ കാര്യത്തിൽ, കാർഷിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ബദൽ പദ്ധതികൾ കേരളത്തിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കുന്ന, എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുന്ന അടിസ്ഥാനപരമായ മാറ്റം ഈ സംസ്ഥാനത്തിനുണ്ടാകുന്നു. സംസ്ഥാനത്തെ കുതിച്ചുചാട്ടത്തിന് പ്രേരണയാകുന്ന ഒരു കാര്യം ഞങ്ങൾ ജനുവരിയിൽ അവതരിപ്പിക്കും. ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രം. അതിൻ്റെ ഹോംവർക്ക് UDF തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. നന്നായി ചെയ്തു പോകുന്നുണ്ട് എല്ലാ വിഭാഗങ്ങളിലും ആളുകളെ. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാനത് വിശദീകരിച്ച എല്ലാ കുറ്റപത്രവും പറയായിരുന്നുകൊണ്ടാണ്. ഗവൺമെന്റിനെതിരായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ച കുറ്റപത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. അത് ശബരിമല ഭക്തരെ മാത്രമല്ല, മൊത്തം ജനങ്ങളെ മുഴുവൻ അമ്പരപ്പിച്ചു. കാരണം 2 മുതിർന്ന നേതാക്കൾ, മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള 2 മുതിർന്ന നേതാക്കൾ, 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടന്നിട്ട് അവർക്കെതിരായി നടപടിയെടുക്കാൻ പോലും ധൈര്യമില്ലാത്ത പാർട്ടിയാണ് CPM. അവർക്ക് കൊടപിടിച്ചു കൊടുക്കുകയായിരുന്നു ഗവൺമെന്റ്. തീർച്ചയായും ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. BJP അതിൽ നിന്ന് ഒളിച്ചോടി. ഇവർ തമ്മിലുള്ള അവിഹിതമായ ബന്ധം കൊണ്ടാണ് BJP അതിൽ നിന്ന് ഒളിച്ചോടിയത്. ശബരിമല വിഷയം അവർ ഉയർത്താതെ, ശബരിമല ഒരു വിഷയമല്ലെന്നാണ് BJP നേതാക്കൾ പറഞ്ഞു. ഒരു വിഷയമല്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു വിഷയമാണെന്ന് പറഞ്ഞു. വിഷയമായിരുന്നു. ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞു. ആ വിഷയത്തെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമം CPM-ന്റെ നേതൃത്വത്തിൽ നടന്നു. അതുകൊണ്ടാണ് ഞാൻ SIT-യുടെ മീതെ സമ്മർദ്ദം ചെലുത്തുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞത്. ഇലക്ഷൻ വരെ ചില ആളുകളെ ചോദ്യം ചെയ്യുന്നതും അറസ്റ്റൊക്കെ മാറ്റിവെക്കാൻ വേണ്ടി. കാരണം ഇലക്ഷനിൽ വീണ്ടും ആ വിഷയം വരരുത് എന്ന് കരുതിയിട്ട്. അതൊക്കെ